എന്തായാലും ഈ ഒരു തീരുമാനത്തിലൂടെ പട്ടാമ്പിക്ക് നഷ്ടപ്പെട്ട പട്ടാമ്പി നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ പട്ടാമ്പി നിയോജക മണ്ഡലം 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. അതും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭയിൽ അംഗങ്ങളായിരുന്ന എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും അന്ന് സീറ്റ് നിഷേധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് V4 പട്ടാമ്പി എന്നൊരു കൂട്ടായ്മ ഞങ്ങൾ രൂപീകരിച്ചത്. 6 സ്ഥലങ്ങളിൽ മത്സരിച്ചു. 6 സ്ഥലങ്ങളിലും ഞങ്ങൾ വിജയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ഒരു ഭരണം കഴിഞ്ഞ 5 വർഷക്കാലം പിന്നിട്ടു. CPM അതിൻ്റെ മുനിസിപ്പൽ ചെയർപേഴ്സണായും ഞാൻ പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാനായും പ്രവർത്തിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും സാധിച്ചു. ഈ V4 പട്ടാമ്പി കൂട്ടായ്മ എന്ന് പറയുന്നത് ആത്യന്തികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവരുടെ കൂട്ടായ്മയാണ്. അത് KSUവിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്, യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ച ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകൾക്കൊക്കെ സ്വന്തം പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരവും കടന്നു ചെന്നു കഴിഞ്ഞാൽ അർഹമായ ഒരു അംഗീകാരം നൽകാമെന്ന് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. എന്തായാലും ഈ ഒരു തീരുമാനത്തിലൂടെ പട്ടാമ്പിക്ക് നഷ്ടപ്പെട്ട പട്ടാമ്പി നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ പട്ടാമ്പി നിയോജക മണ്ഡലം 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. അതും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത്. V4 പട്ടാമ്പി ഇല്ലാതായി. V4 പട്ടാമ്പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാണ്. ബാക്കിയുള്ള കൗൺസിലർമാർ ഇത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മെമ്പർഷിപ്പ് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ രാജിവെച്ചത്. മറ്റുള്ള കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം അവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സീറ്റ് നിർണയത്തിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മത്സരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് രാജിവെച്ച ശേഷം മത്സരിക്കുക, അല്ലെങ്കിൽ അവരുടെയൊക്കെ കാലാവധി അടുത്ത ആഴ്ചയോട് കൂടി പൂർത്തിയാകും. എല്ലാവരും കൂടെ ഉണ്ട്.